സ്തോത്രം 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 ജീവകിരീടവും ജ്യോതിയാം വസ്ത്രവും ജീവകിരീടവും ജ്യോതിയാം വസ്ത്രവും നീതിൻ ചെങ്കോലും ധരിച്ചു വാഴുവാൻ നീതിൻ ചെങ്കോലും ധരിച്ചു വാഴുവാൻ മുൾമൂടി ധാരിച്ചു നിന്നായും സഹിച്ചു മുൾമൂടി ധാരിച്ചു നിന്നായും സഹിച്ചു മന്നാതി മന്നാ നിൻ മാറാത്ത സ്നേഹമേ മന്നാതി മന്നാ നിൻ മാറാത്ത സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ ഹായത്രയാഴമേ യേശുവിൻ സ്നേഹമേ ഹായത്രയാഴമേ യേശുവിൻ സ്നേഹമേ ആയതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ ആയതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ യേശുവിൻ സ്നേഹത്താ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി എഫ് പേജിൽ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ തക്കോണം ദൈവമിടയാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ ഡയറക്ടറായിരിക്കുന്ന കർത്താവിന്റെ ദാസി റോസ്ലിൻ ആന്റിയെയും കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നന്ദിയും വന്ദനവും സ്നേഹവും ഈ രാത്രിയിൽ അറിയിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിക്കട്ടെ. കർത്താവ് ഇന്ന് രാത്രി നമ്മോട് കൂടെ ഇരിക്കട്ടെ. നാം പാടിയതുപോലെ കർത്താവിന്റെ സ്നേഹം എത്ര വലിയതാ. ഹല്ലേലൂയ. ലോക സ്ഥാപനം മുമ്പേ അവൻ നമ്മെ ക്രിസ്തുവിൽ കണ്ടു. അവന്റെ ജീവനെ നമുക്ക് വേണ്ടി അവൻ ഹല്ലേലൂയ തന്നു. ഹല്ലേലൂയ. എത്രയോ ശ്രേഷ്ഠമായ സ്വർഗീയ വിളിയാലാണ് എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ ശ്രേഷ്ഠകരമായിരിക്കുന്ന പദവിയിലാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്കതൊന്ന് ഓർക്കാം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് തന്ന ശ്രേഷ്ഠ പദവി എന്ന് പറയുന്നത് അവന്റെ ഹല്ലേലൂയ കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന്റെയും ഹല്ലേലൂയ അടുക്കലാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വലത്ത് ഭാഗത്താണ്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. എവിടെയെന്നറിയാമോ? ഹല്ലേലൂയ. കർത്താവിന്റെ ഹല്ലേലൂയ ക്രിസ്തു ഇരിക്കുന്നിടമായ ഹല്ലേലൂയ ഉയരത്തിലുള്ളത്. ഹല്ലേലൂയ. ആ ഭാഗം നാം വായിക്കുമ്പോഴൊക്കെയും നാം ചിന്തിക്കണം, നാം ഭൂമിയിൽ തന്നെയാണ് എങ്കിലും സ്തോത്രം, നാം ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പദവി എന്ന് പറയുന്നത് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. ആകയാൽ നിങ്ങൾ, ഇതല്ല എന്റെ കുരുവാക്യം എങ്കിലും പറയുകയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. സ്തോത്രം. ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അപ്പൊ നമ്മുടെ പദവി എവിടെയാ? നാം
സ്നാനമേറ്റപ്പോൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. നമുക്കും ഇരിപ്പിടം അവിടെയാണ്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഹാലലുയ, നാം മരിച്ചു കഴിഞ്ഞല്ലേ, നമുക്കൊരു ജഡിക മരണം, അല്ലെങ്കിൽ ഹാലലുയ നമുക്കൊരു പാപത്തിനുള്ള മരണം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞല്ലേ. ഹാലലുയ, നാം പാപത്തെ എന്ത് ചെയ്തു? ഹാലലുയ, സ്നാനത്തോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. നാം പിന്നെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഹാലലുയ, ഇനി നാം ഇരിക്കുന്ന എവിടെയാ? ക്രിസ്തു നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഹാലലിയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹാലലിയ ഞാനും നിങ്ങളും ഹാലലിയ എവിടെയാണ്? നമ്മുടെ ഹാലലിയ പൊസിഷൻ എവിടെയാ? നമ്മുടെ ഇരിപ്പിടം എവിടെയാ? ഹാലലിയ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നമായ ഉയരത്തിൽ. അവിടെ എന്നെയും നിന്നെയും ഹാലലിയ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ നാം മറഞ്ഞിരിക്കുകയാ. ഇനി പിശാചിന് നമ്മെ ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ദുഷ്ടനായിരിക്കുന്ന പിശാച് നമ്മെ വിഴുങ്ങുവാൻ, അല്ലെങ്കിൽ നമ്മെ തകർക്കുവാൻ, നമ്മെ ഹാലലുയ സ്തോത്രം വാടകോരുവാൻ, നമ്മെ നിന്ദിക്കുവാൻ, അപമാനിക്കുവാൻ, ഹാലലുയ നമ്മെ പരസ്യകോലമാക്കി ഹാലലുയ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാക്കുവാൻ നമ്മുടെ ചുറ്റും ഹാലലുയ ഇങ്ങനെ വിരഞ്ഞു നടക്കുകയല്ലേ. സ്തോത്രം. നെറ്റിന്റെ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു, ലാഗായി വരുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശക്തമായ ദൈവത്തിൽ പ്രാർത്ഥിക്കണമേ. ഹാലലുയ. സ്തോത്രം. എന്താണ്? ക്രിസ്തു ഇരിക്കുന്നിടം, ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ചിന്തിക്കണം, അന്വേഷിക്കണം. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമുക്കൊരു തേജസ്സിന്റെ ഒരു വെളിപ്പെടലുണ്ട്. നമുക്ക് ഹാലലുയ ക്രിസ്തുവിനോട് കൂടെ ഒരു വെളിപ്പെടലുണ്ട്. ആ വെളിപ്പെടലിന് വേണ്ടിയാ നാം കാത്തിരിക്കുന്നത്. ഹാലലുയ ആ ദിവസത്തിന് വേണ്ടിയാ നാം കരുതിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേർ രാത്രിയിൽ ഈ വിഷയം കേൾക്കുവാൻ താല്പര്യപ്പെടും? പലർക്കും ഇങ്ങനെയുള്ള വിഷയങ്ങൾ കേൾക്കണ്ട. അവരെ അനുഗ്രഹിക്കും, നിങ്ങളുടെ മക്കളെ, തലമുറകളെ അനുഗ്രഹിക്കും, അമേരിക്കയ്ക്ക് വിടും, അല്ലെങ്കിൽ വലിയ വലിയ കോഴ്സുകൾക്ക് നിങ്ങളുടെ മക്കൾ പോകും. അതിനൊക്കെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസംഗങ്ങളും ഹാലലുയ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രമല്ല, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന മെസ്സേജുകളാണ് കേൾക്കേണ്ടത്. വചനം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്യുക. നാം ക്രിസ്തുവിലാണ് മരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ച് നാം ഉയർത്തെഴുന്നേറ്റിരിക്കുക. ഇനി നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിൽ നാം മറഞ്ഞിരിക്കുക. ക്രിസ്തുവിനോട് കൂടെ നാം ദൈവത്തിൽ മറഞ്ഞിരിക്കുക. ക്രിസ്തു ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? കർത്താവിന്റെ വലതു ഭാഗത്ത്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. ഞാൻ പ്രാരംഭമായി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലിരിക്കട്ടെ. നമ്മുടെ പൊസിഷൻ എന്താണെന്ന് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹാലലിയ. നാം ഇന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്ന വചനം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. സ്തോത്രം. ഇവിടെ 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന് മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവരെ നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്. ഹാലലുയ. ഞാൻ ആദ്യം വായിച്ച വാക്യം പോലെ തന്നെ ഇവിടെയും അതേ സംഭവമാണ് കാണുന്നത്. പിതാവായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു ഹാലലുയ അവരിയ്ക്കുന്ന ഇടത്ത് 24 മൂപ്പന്മാരും ഹാലലുയ സ്തോത്രം ഇരിക്കുക. 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു. ആരാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്? ഹാലലുയ പിതാവായ ദൈവം. പുത്രൻ അവിടെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് പിതാവിന്റെ വലത്തു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നാം ഇപ്പോൾ എവിടെയാ? നാം ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാ. നമുക്കൊരു വെളിപ്പെടലുണ്ട്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഈ നാം മുഖാമുഖമായി അതിനെ കണ്ട് വെളിപ്പെടുവാനുള്ള ഒരു സമയം നമുക്ക് മുമ്പിലുണ്ട്. അപ്പൊ ഇവിടെ യോഹന്നാന് സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു തന്റെ വെളിപ്പാടുകളെ കാണിച്ചു കൊടുക്കുക. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. 4-ാം അധ്യായത്തിന്റെ സ്തോത്രം 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഹാലേലൂയ, ഹാലേലൂയ. രാത്രിയിൽ എത്ര പേർക്ക് ഈ ആലോചനകൾ കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാകും? ഇത് കേൾക്കുമ്പോൾ എത്ര പേർക്ക് ആനന്ദമുണ്ടാകും?
ഇത് കേൾക്കുമ്പോൾ എത്ര പേർക്ക് ശുദ്ധീകരണം വരും? ഇത് കേൾക്കുമ്പോൾ എത്ര പേർ ഹല്ലേലൂയ കർത്താവിന്റെ രാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക്, ആ 24 മൂപ്പന്മാരും സൃഷ്ടിച്ചവനും ഒക്കെ ഇരിക്കുന്ന ആ സിംഹാസനത്തിന്റെ മുമ്പിലിരുന്നു കൊണ്ട് അവനെ നാം വാഴ്ത്തുകയും പാടുകയും ചെയ്യുന്നതൊക്കെ ഒന്ന് ഹല്ലേലൂയ അവനെ ആരാധിക്കുന്നതൊക്കെ ആത്മാവിൽ നിന്ന് കാണുവാൻ എത്ര പേർക്ക് കഴിയും? നമുക്ക് മുമ്പേയുള്ള അപ്പച്ചന്മാർ അല്ലെങ്കിൽ പിതാക്കന്മാർ, ആത്മീയ പിതാക്കന്മാർ എല്ലാം ആത്മാവിൽ കണ്ടുകൊണ്ട് ഹല്ലേലൂയ എഴുതിയ പാട്ടാ ഞാൻ ആദ്യം പാടുവാന്നൊക്കെ മുടയായി തീർന്നത്. ജീവ കിരീടവും ജ്യോതിയായ വസ്ത്രവും. ഹല്ലേലൂയ ജ്യോതിയായ വസ്ത്രം എന്താ? ജ്യോതിയാം വസ്ത്രം എന്ന് പറഞ്ഞാൽ ജ്യോതി വിളക്ക്, അല്ലെങ്കിൽ സ്തോത്രം നമുക്ക് കണ്ടാൽ കണ്ണിമ സ്തോത്രം മിഞ്ചിപ്പോകുന്ന, കണ്ണ് മിഞ്ചിപ്പോകുന്ന രീതിയിലുള്ള വസ്ത്രം, ജീവ കിരീടം. ഹല്ലേലൂയ നീതിയുടെ ചെങ്കോല് ധരിച്ചു വാഴും, മുൾമുടി ചൂടി നിന്നയും സഹിച്ച നമ്മുടെ കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ സ്നേഹം എത്ര വലിയത്. ഹല്ലേലൂയ നമുക്ക് പാടുവാൻ കഴിയും. നമ്മുടെ പിതാക്കന്മാരെല്ലാം എഴുതി വെച്ചിരിക്കുക ആ ജീവകിരീടവും ആ ജ്യോതിയ വസ്ത്രവും ഒക്കെ ധരിച്ച് കർത്താവിനോട് കൂടെ ഒന്ന് വാഴുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഹല്ലേലൂയ അതിനെ വർണ്ണിച്ചെഴുതി വെച്ചിരിക്കുക. ഇവിടെ ഞാൻ വായിച്ച ഭാഗം ഇതാണ്. വെളിപ്പാട് പുസ്തകം 4:19 വാക്യങ്ങൾ. 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന് മുമ്പിൽ വീഴുകയാണ്. ആത്മാവിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ടോ? അവിടെ ഒരു സിംഹാസനം വെച്ചിട്ടുണ്ട്, അതില് ഒരാൾ ഇരിക്കുന്നുണ്ട്. സ്തോത്രം. ഈ ഇരിക്കുന്നവന്റെ മുമ്പിൽ 24 മൂപ്പന്മാരും ഹല്ലേലൂയ തങ്ങളുടെ കിരീടങ്ങൾ അവന്റെ മുമ്പിൽ ഇടുകയാ. കിരീടങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ഇട്ട് കളയുന്നവർ. ഹല്ലേലൂയ. ആലോചിച്ച് നോക്കിക്കേ, സർവമഹത്വത്താലും തിളങ്ങി നിൽക്കുന്ന പൊന്നു തമ്പുരാന്റെ മുൻപിൽ ഹല്ലേലൂയ ഇവർ ആയിരിക്കുമ്പോൾ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ, അർക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അർക്കപ്പെട്ട കുഞ്ഞാട് മാത്രമാണ് ഇതിന് യോഗ്യൻ. ഇവർ ഇത് പറയുകയാ. ഹല്ലേലൂയ നീ മാത്രമാണ് അതിന് യോഗ്യൻ. സർവ്വ ബഹുമാനവും സ്തുതിയും ഒക്കെ നിനക്ക്. ഹല്ലേലൂയ നിനക്ക് മാത്രം ബഹുമാനവും സ്തോത്രവും മഹത്വവും ഒക്കെ നിനക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. നിന്റെ മുമ്പിൽ മാത്രമാണ് അതിന്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രിയിൽ അവർ എന്ന് പറഞ്ഞുകൊണ്ട് കൈക്കൊള്ളുവാൻ യോഗ്യൻ നീ മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങൾ സ്തോത്രം സ്തോത്രം സിംഹാസനത്തിന് മുൻപിലിടും. കിരീടം എങ്ങനെയാ ഇവർക്ക് കിട്ടിയത്? ജയിച്ചവരാണവർ. ഹല്ലേലൂയ ജയിച്ചവർക്കാണ് കിരീടം കിട്ടുന്നത്. ജീവ കിരീടം കിട്ടുന്നത് ജയിച്ചവർക്കാണ്. ഇവർ ജയിച്ച മൂപ്പന്മാരാണ്. ഇവർ ദൈവത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ സ്തോത്ര രാപ്പകലില്ലാതെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് അവന്റെ മഹത്വം ദർശിച്ചുകൊണ്ട് അവനോട് ചേർന്നിരിക്കുന്നവരാ. അവർ അവരുടെ മഹിമ, അവരുടെ പ്രൗഢി ഹല്ലേലൂയ എന്താണ് അവർക്ക് കൊടുത്തത്? ആ പ്രൗഢിയുടെ ഏറ്റവും പ്രാധാന്യം അറിയുന്ന ഏറ്റവും മകുടോ ഹല്ലേലൂയ സ്തോത്രം മകുടധാരികളായി ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ജീവിതത്തിന് അതിനപ്പുറമായി ഒന്നും ലഭിക്കുവാനില്ല. അങ്ങനെ കിട്ടിയ കിരീടം ഇതാ അവർ അവന്റെ മുമ്പിൽ വെക്കുകയാ, അവന്റെ മുമ്പിൽ ഇടുകയാ. ഈ സിംഹാസനത്തിന്റെ മുമ്പിൽ 24 മൂപ്പന്മാരുടെ മുമ്പിൽ തങ്ങളുടെ കിരീടം അവർ താഴെ വെക്കുക. ഇന്നുള്ള മൂപ്പന്മാരെങ്ങനെയാ? ഹല്ലേലൂയ എന്നുള്ള മൂപ്പന്മാരെങ്ങനെയാ? നമുക്ക് സഭകളിലേക്കൊന്ന് നോക്കാം. നമ്മുടെ സഭകളിലേക്കൊന്ന് നോക്കിയാൽ ഹല്ലേലൂയ മൂപ്പന്മാരുടെ അവസ്ഥ ഇന്ന് എന്താ? അവരാണ് ഏറ്റവും ഞെളിഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഞങ്ങൾ ഒരുപാട് കണ്ടതാ, ഞങ്ങൾ ഒത്തിരി പാസ്റ്റർമാരെ കണ്ടതാ, ഞങ്ങൾ ഒത്തിരി പേരെ മനസ്സിലാക്കിയതാ. ഹല്ലേലൂയ ഞങ്ങൾ ഒരുപാട് സ്തോത്രം അനുഭവിച്ചവരാ. സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞിരിക്കുന്ന ഒരു വിഭാഗത്തെ എന്ന് കാണുവാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഇവിടെ പറയുക മൂപ്പന്മാർ തങ്ങളുടെ കിരീടം താഴെയിട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ കിരീടം എന്ന് പറയുമ്പോൾ പലതും നമുക്ക് ഹല്ലേലൂയ ആ ഭാഗത്ത് ഉയർച്ച, പ്രൗഢി പലതും നമുക്ക് അതിനോട് ഉപമിക്കാം. ഉയർച്ചയോട് ഉപമിക്കാം, പ്രൗഢിയോട് ഉപമിക്കാം. പിന്നെ ഒന്ന് ഉന്നതഭാവം ഹല്ലേലൂയ. പിന്നെ സ്തോത്രം. പിന്നെ പൊങ്ങച്ചമെന്ന് പറയാം. ഒരു കൂട്ടർക്ക് പൊങ്ങച്ചമാണത്, മറ്റൊരു കൂട്ടർക്ക് നീളമാണത്. പക്ഷേ ഹല്ലേലൂയ ഇവിടെ ഇതെല്ലാം ഹല്ലേലൂയ ദൈവത്തിന് മുമ്പാകെ താഴെ വെച്ചേ മതിയാവൂ. നമ്മുടേതായിട്ടുള്ള നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന സകലതും നാം താഴെ വെച്ചേ മതിയാവൂ. ഈ ഭൂമി നമുക്ക് എന്തെല്ലാം പ്രൗഢികളുണ്ടോ, ഈ ഭൂമി നമുക്ക് എന്തെല്ലാം ഹല്ലേലൂയ
നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? കിരീടമായി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും, വിദ്യാഭ്യാസമായിരിക്കാം, ചിലർക്ക് ജോലിയായിരിക്കാം, ചിലർക്ക് ശമ്പളമായിരിക്കാം, ചിലർക്ക് ഉന്നത പദവികളായിരിക്കാം, അവരെ ഏൽപ്പിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളായിരിക്കാം. എന്നാൽ ഹാലലുയ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഹാലലുയ ദൈവത്തിന്റെ മുമ്പാകെ ഒന്നുമല്ല. ദൈവത്തിന് മുമ്പാകെ ബിഗ് സീറോയാണ്. ഇതൊക്കെയും ദൈവത്തിന്റെ മുമ്പാകെ ബിഗ് സീറോ. ഹാലലുയ അത് ദൈവം മുമ്പാകെ ഒന്നുമല്ല. ഇവിടെ മൂപ്പന്മാർ 24 മൂപ്പന്മാരും അവർ ചെയ്യുന്നത് തങ്ങളുടെ കിരീടങ്ങൾ, ഹാലലുയ അഭിമാനമായിരിക്കുന്ന ബഹുമാനമായിരിക്കുന്ന തങ്ങളുടെ കിരീടങ്ങൾ അവർ സിംഹാസനത്തിന് മുൻപാകെ ഇടുകയാണ്. ഹാലലുയ തങ്ങളുടെ എല്ലാമെല്ലാമായ അല്ലെങ്കിൽ തങ്ങളുടെ ഏറ്റവും പ്രൗഢിയാർന്നത് ഹാലലുയ അത് ദൈവത്തിന്റെ മുമ്പാകെ ഇവരെ ഏൽപ്പിക്കുകയാ. ഹാലലി എന്നിട്ട് അവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയാ. നീ മാത്രമാണ് ഇതിന് യോഗ്യൻ. ഞങ്ങളുടെ കിരീടങ്ങളെല്ലാം ഞങ്ങൾ താഴെ വയ്ക്കുക, ഞങ്ങൾ ഒന്നിനും യോഗ്യരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത് താഴെ വയ്ക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. ഹാലലുയ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റും കണ്ണോടിച്ചു നോക്കിയാൽ ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയവൻ, നീ ഒന്നുമല്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നിനും ആവത്തില്ല, നിന്നെ എന്തിന് പറ്റുമെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഹാലലുയ ഞാൻ മാത്രമാണ്, എന്നെ കൊണ്ടേ സാധിക്കത്തുള്ളൂ, എനിക്കിതിനെല്ലാം പറ്റും, ഞാൻ മാത്രമാണെന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട് നമ്മുടെ മുമ്പിൽ. ഹാലലുയ പലതും നാം നമുക്ക് ചുറ്റും കണ്ണോടിച്ചു നോക്കുമ്പോൾ സ്വന്തമായി പേരെടുക്കുവാനും സ്വന്തമായി ഹാലലുയ സ്തോത്രം വൈറലാകുവാനും ഒക്കെ പലവിധമാകുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുകയാ, ഹാലലുയ ഇതൊന്നുമല്ല, ഇതെല്ലാം വെറും വട്ടപൂജ്യമാണ്. ഹാലലുയ ഇവിടെ നാം കാണുന്നത് ഇതെല്ലാം അവർ താഴെ വെച്ചു. എന്നിട്ട് അവർ പറയുന്നത് എന്താ? ഹാലലുയ 12ാമത്തെ വാക്യത്തിൽ പറയാം, അവർ അത്യുച്ചത്തിൽ 5:12 വെളിപ്പാട് 5:12 അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. ഹാലലുയ ആരാ പറഞ്ഞത്? സ്തോത്രം. അവർ അത്യുച്ചത്തിൽ പറയുക, സിംഹാസനത്തിലുള്ളവർ എല്ലാം, മൂപ്പന്മാരും എല്ലാവരും കൂടെ ഹാലലുയ വളരെ ശബ്ദത്തിൽ, വളരെ അത്യുച്ചത്തിൽ ഹാലലുയ അവർ പറയുകയാണ്. സ്വർഗത്തിലും സ്തോത്രം അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. ഹാലലുയ അതിന് യോഗ്യനായിട്ടുള്ളവരാരുമില്ല. പുസ്തകം തുറപ്പാൻ യോഗ്യരായിട്ടുള്ളവരാരുമില്ല. പുസ്തകത്തിന്റെ താക്കോൽ ഹാലലുയ ആരുടെ പക്കൽ? ഹാലലുയ റിഗമനഹത്തുന രവശാന്തര പ്രൗഢലാരവ ഹാലലുയ ഓ ഹാലലുയ 24 മൂപ്പന്മാര് ഹാലലുയ അവിടെയുണ്ട്. അവർ ഹാലലുയ ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്നവരാണ്. സിംഹാസനത്തിന് തൊട്ട് മുൻവശത്തായി അവരുടെ അടുക്കൽ ഹാലലുയ അവരുടെ മുഖം കണ്ടുകൊണ്ട് കൊണ്ട് ഹാലലുയ വീണകൾ മീട്ടിക്കൊണ്ട് സദാസമയവും ദൈവത്തെ വാഴ്ത്തുന്നവർ, സ്തുതിക്കുന്നവരാണ്. പക്ഷേ അവർക്ക് യാതൊരു പൊങ്ങച്ചവും അവിടെ കാണുന്നില്ല, ഒരു ഉന്നത ഭാവവും അവിടെ കാണുന്നില്ല, ഒരു നികളവും അവിടെ കാണുന്നില്ല. അവിടെ കാണുന്ന ഒരേ ഒരു കാര്യം, താഴ്മ ധരിച്ചുകൊണ്ട് അവർ തങ്ങളുടേതായിരിക്കുന്ന കിരീടങ്ങൾ താഴെയിടുക, തങ്ങളുടെ എല്ലാ പ്രൗഢിയും നിലത്തു വെക്കുകയാ. ഹാലലുയ അതിനെ അവർ വില കൽപ്പിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവർ എത്ര പേർ നമുക്കുള്ളതൊന്നും ഹാലലുയ എനിക്കുള്ളതൊന്നും ഹാലലുയ ഞാൻ വലിയതായി കാണുന്നില്ല. തങ്ങളുടെ പ്രാണങ്ങളെ പോലും അവർ വലിയതായി കണ്ടില്ല എന്ന് ഇവിടെ വായിക്കുന്നു. അവന്റെ പ്രാണനെ പോലും അവർ വലിയതായി കണ്ടില്ല. ആരാ? ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവം മുമ്പാകെ ഇരിക്കുന്നവർ ഹാലലുയ തങ്ങളുടെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. അത് പോയാലും വേണ്ടില്ല, ഞാൻ ദൈവത്തെ ആരാധിക്കും, ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹാലലുയ അത് നഷ്ടമായി പൊക്കോട്ടെ, അതാരും തകർത്ത് കളഞ്ഞോട്ടെ, എന്റെ പ്രാണനെ പോലും ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. കർത്താവിനെ സ്നേഹിക്കുന്നവർ പറയുന്നത് എങ്ങനെയാ? ഹാലലുയ അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഹാലലുയ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നവർ, ദൈവസിംഹാസനത്തിന്റെ ചുറ്റും വീണകൾ മീട്ടുന്ന വൈണികന്മാർ ഹാലലുയ അല്ലെങ്കിൽ വീണകൾ മീട്ടുന്ന വീണക്കാരോട് ചേർന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നവർ. ഇവിടെ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ പല സഭകളിലും പല മീറ്റിങ്ങുകളിലും പലരും വായും പൂട്ടിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവരും പോകുവാനിരിക്കുന്ന എവിടെയാണെന്നറിയാമോ? ദൈവത്തെ സദാസമയവും ആരാധിക്കുന്നയിടത്ത്, സദാസമയവും ദൈവത്തെ സ്തുതിക്കുന്ന ഇടത്ത്, സദാസമയവും ഇടപെടാതെ അവൻ യോഗ്യനെന്നും അവൻ ഹല്ലേലൂയ സർവശക്തനെന്നും സ്തുതിയും ബഹുമാനവും ധനവും ഹല്ലേലൂയ മഹത്വവും ഒക്കെ സ്വീകരിപ്പാൻ യോഗ്യനായവൻ എന്ന് സദാസമയവും ആർത്ത് പറയാൻ ഹല്ലേലൂയ ഇടവായിരിക്കുന്ന ദൈവസിംഹാസനത്തിന് മുമ്പിലേക്ക് പോകുവാനുള്ളവർ ഇവിടെ വായും പൂട്ടിയിരിക്കുന്നത് കാണുന്നു. ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണമെന്ന്
അന്യഭാഷ സകല മനുഷ്യരും പ്രാപിക്കണമെന്ന് ദൈവത്തോട് സംസാരിക്കുവാൻ ഇത് ആവശ്യമാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പഠിപ്പിച്ചിട്ടും അതൊന്നും വേണ്ട, ദൈവസന്നിധിയിൽ പോയിരുന്ന് വെറുതെ മൗനമായിട്ടിരുന്നാലും ദൈവം കേൾക്കുമല്ലോ, അല്ലെ മൗനമായിട്ടിരുന്നാൽ മതിയല്ലോ, നമ്മുടെ ഹൃദയം അറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ദൈവസന്നിധിയിൽ പോകുന്നവരുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ ഇഷ്ടം നിന്റെ ശുദ്ധീകരണമാണ്. ദൈവത്തിന്റെ ഇഷ്ടം നീ ദൈവത്തോട് സംസാരിക്കുന്നതാണ്. ദൈവത്തിന്റെ ഇഷ്ടം നിന്റെ കൂടെ ദൈവത്തിന് വസിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആദാമിനോട് ദൈവം ചോദിച്ചു, നീ എവിടെ? ഹല്ലേലൂയ. ആദാമിനോട് ദൈവം ചോദിക്കുകയാ, നീ എവിടെ? എപ്പോഴാ ചോദിച്ചെന്നറിയാമോ? ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോൾ. ഹല്ലേലൂയ. എന്റെ ഹൃദയം തകരുകയാ. ഹല്ലേലൂയ. എന്റെ കണ്ഠം വിളറുക ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള നിന്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തിനത് ബോധ്യം വന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഇനിയും കേൾക്കുവാനുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവവുമായിട്ടുള്ള കണക്ഷൻ, ദൈവവുമായിട്ടുള്ള സംസാരം വിട്ടുപോയാൽ ദൈവത്തിനറിയാം നീ എവിടെയോ ഒളിച്ചു, നീ എവിടെയോ മറഞ്ഞു. ദൈവത്തിനറിയാം നീ എവിടെയോ മറഞ്ഞു, നീ എവിടെയോ ഒളിച്ചിരിക്കുകയാ. കർത്താവ് ചോദിക്കുക, ദൈവം വിളിച്ചു ചോദിച്ചവരോട്, ആദാമേ നീ എവിടെ? ഹല്ലേലൂയ. ആദാമേ നീ എവിടെ? ഇന്നലെ വരെയും ഹല്ലേലൂയ നിന്നെ തേടി വന്ന, അല്ലെങ്കിൽ നിന്റെ അടുക്കലേക്ക് കൂട്ടായ്മയുമായി അല്ലെങ്കിൽ നിന്നോട് ചേർന്നിരുന്ന കർത്താവ് ഇന്ന് നിന്നോട് ചോദിക്കുന്നു, ആദാമേ നീ എവിടെ? ഹല്ലേലൂയ. അവൻ പറയുക, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട്. ഹല്ലേലൂയ. അതേ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒളിച്ച് ഓടി മാറുന്നവർ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് ഇരിപ്പിടമുണ്ട്, നിന്നെ ചേർക്കുവാൻ ദൈവം വാസസ്ഥലം ഒരുക്കാൻ പോയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഓടി മറയുന്നവരുണ്ടോ? ഓടി അകലുന്നവരുണ്ടോ? ഒളിച്ചിരിക്കുന്നവരുണ്ടോ? നിന്റെ തോട്ടത്തിൽ നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഹല്ലേലൂയ ഞാൻ നഗ്നനാകയാൽ, ഹല്ലേലൂയ ഞാനിവിടെ ഒളിച്ചിരിക്കുകയാ, ഞാൻ നഗ്നനാകയാൽ ഒളിച്ചിരിക്കുക. എന്തുകൊണ്ടാ നിനക്ക് നാണം വന്നത്? എന്തുകൊണ്ടാ നിനക്ക് പാപബോധം വന്നത്? എന്തുകൊണ്ടാ നീ ഹല്ലേലൂയ കുറ്റബോധം നിനക്ക് വന്നത്? നിന്റെ ജീവിതത്തിൽ ഫാൾട്ടുകൾ സംഭവിച്ചു, അനുസരണക്കേട് സംഭവിച്ചു. ഇപ്പോൾ ദൈവത്തോട് കൂടെ നടന്ന നിനക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നേരെ നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയാണോ? അതോ മറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ ഓടി ഒളിക്കുന്ന അനുഭവമാണോ? ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ അവനോടൊന്ന് ചേർന്ന് ഹല്ലേലൂയ അവന്റെ ശബ്ദമൊന്ന് കേൾക്കുവാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഇതാ ഹല്ലേലൂയ തങ്ങളുടേതായിട്ടുള്ളതെല്ലാം ദൈവം മുമ്പാകെ താഴ്ത്തി വെച്ചുകൊണ്ട് ഒരല്പസമയം ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നാളുകൾ ഇനി ഏറെയില്ല കേട്ടോ. ഹല്ലേലൂയ. പ്രിയൻ വരുവാൻ ഇനി അധികം സമയമില്ല. ഹല്ലേലൂയ. സിയോൻപുരം നമുക്കിനി അകലമല്ല, ഏറ്റവും അടുത്ത്. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത്, നമ്മുടെ ഏറ്റവും കൈയെത്തുന്ന അടുത്ത്, അത്രയും ഹല്ലേലൂയ അടുത്ത് സമീപം എത്തിയിരിക്കുകയാ. അല്ലെ കർത്താവിന്റെ വരവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേർ കേൾക്കുന്നു? ഇന്ന് രാത്രിയിൽ എത്ര പേർ അത് മനസ്സിലാക്കുന്നു? ഹല്ലേലൂയ. എത്ര പേർ അത് അറിയുന്നു? ഹല്ലേലൂയ. നിങ്ങളെ ഹല്ലേലൂയ കാത്തിരിക്കുന്ന ഹല്ലേലൂയ ദൈവസ്നേഹം അത് തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ ദൈവസ്നേഹത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ തലമുറകളെ ആ ദൈവസ്നേഹത്തിലേക്കൊന്ന് നമുക്ക് നടത്താം. ഈ ലോകത്തിൽ കാണുന്ന പലതും പലരും ഹല്ലേലൂയ പല ഇളക്കപ്പെരുപ്പങ്ങളും ഹല്ലേലൂയ പലവിധമായിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ചിന്തകളും പലവിധമായിരിക്കുന്ന ലോകത്തിന്റെ ഇക്കിളി കൂട്ടുന്ന അല്ലെങ്കിൽ ലോകത്തിന്റെ നിഗളം കാട്ടുന്ന എടുത്തു കാണിക്കുന്ന ഹല്ലേലൂയ പലതും നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ. നമ്മുടെ തലമുറകളൊക്കെ ഈ ദിവസങ്ങളിൽ വളരെ വളരെ മ്ലേച്ഛകരമായിരിക്കുന്ന അനുഭവങ്ങൾക്ക് വേണ്ടി ഓടുകയാ. അത് എന്തൊക്കെയോ വേഷം ധരിച്ചുകൊണ്ട്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ട്, എന്തൊക്കെയോ കേൾപ്പിച്ചുകൊണ്ട്, എന്തിനൊക്കെയോ വേണ്ടി വാദിച്ചുകൊണ്ട് നമ്മുടെ ഇളം തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ പൈതങ്ങൾ, നമ്മുടെ തലമുറകൾ അങ്ങനെയുള്ള നാശത്തിലേക്ക് പോകാതിരിക്കുവാൻ വളരെ ജാഗ്രതയോടെ ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. വളരെ ശക്തമായി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം ഇടിവിൽ നിൽക്കേണ്ട സമയമാണിത്. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഹല്ലേലൂയ വളരെ ശക്തമായി നാം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും അവരെ നാം കർത്താവിലേക്ക് നടത്തുകയും ചെയ്യേണ്ട സമയമാണിത്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഹല്ലേലൂയ നിനക്ക് വേണ്ടി, ഹല്ലേലൂയ നിന്നോട് ചേർന്ന് വരുവാൻ, നിന്നെ ഹല്ലേലൂയ എല്ലാ ദിവസവും നിന്നോടുകൂടെ വസിക്കുവാൻ ഇറങ്ങി വരുന്ന ഒരു പൊന്നു തമ്പുരാനുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ നാം ഒളിച്ചിരിക്കുന്ന അനുഭവമാണോ? ഹല്ലേലൂയ രാത്രിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, നീ എവിടെയാണ്? നീ എവിടെയാണെന്ന് ചോദിക്കേണ്ട അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിനറിയാം നീ എവിടെയാണെന്നെങ്കിലും ഹല്ലേലൂയ എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ വന്നിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് സംസാരിക്കുന്ന നീ ഹല്ലേലൂയ ഇപ്പോൾ എവിടെയാണെന്ന് ദൈവത്തിന് സംശയം വരുമാറ് നീ വിട്ടകന്നു പോയിരിക്കുന്നു. ഹല്ലേലൂയ. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മടങ്ങി വാ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. അവന്റെ മുമ്പിലേക്ക് നിനക്ക് മടങ്ങി വരുവാൻ എപ്പോഴും നിനക്ക് സാവകാശമുണ്ട്. ഹല്ലേലൂയ. സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ
സ്തോത്രം. മഹത്വപ്പെടുത്തുന്ന 24 മൂപ്പന്മാരും മറ്റു ജീവികളും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. പക്ഷേ സ്തോത്രം, ഒത്തിരി കാര്യങ്ങൾ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നൊന്നായി പറയുവാൻ നിർവാഹമില്ല. സമയത്തിന്റെ പരിമിതിയും സ്തോത്രം നമ്മുടെ അന്തരീക്ഷത്തിന്റെ അവസ്ഥകളും ഒക്കെ വെച്ച് നമുക്ക് ഒത്തിരി വിശദീകരിച്ചൊന്ന് പോകാൻ പറ്റത്തില്ല. പക്ഷെ ആകെ തുകയായി ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളുടേതായിരിക്കുന്ന യാതൊന്നിനും വില കൽപ്പിക്കാതെ ദൈവത്തിന് മുമ്പാകെ കർത്താവേ ഞാൻ ഏതുമില്ല, ഇതൊക്കെയും എനിക്കുള്ളതൊക്കെയും ഞാനും എനിക്കുള്ളതൊക്കെയും യേശുവിന് സ്വന്തം, ഞാൻ യേശുവിന് മുമ്പാകെ ഇതൊക്കെയും വയ്ക്കുകയാണ്. ഹല്ലേലൂയ. നീ മാത്രമാണ് സ്തുതിക്കുമോ യോഗ്യൻ, നീ മാത്രമാണ് സർവശക്തൻ. ഹല്ലേലൂയ. നീ മാത്രമാണ് മഹത്വത്തിന് യോഗ്യൻ, സ്തുതിക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ, നീ മാത്രമാ, ഞാൻ ഒന്നുമില്ല കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുമ്പാകെ നമുക്ക് വീഴാം. ഹല്ലേലൂയ. ക്രിസ്തു ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഹല്ലേലൂയ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊള്ളുവിൻ. അവിടെ എന്താ, നാം ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുകയാ, ദൈവത്തിൽ മറഞ്ഞിരിക്കുക. ഇനി നാം തേജസ്സിൽ അവനോടുകൂടെ വെളിപ്പെടും. ഹല്ലേലൂയ. ആ വെളിപ്പെടുന്ന സമയത്തിന് വേണ്ടി ആണ് നാം വെയിറ്റ് ചെയ്യുന്നത്. അതായത് കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് വരുമെന്നുള്ളത് സത്യമാണ്. ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, അതിനുവേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ആ ഒരൊറ്റ കാര്യമല്ലാതെ ഇനി നാം സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ലോകത്തിലുള്ള പലതിനെ കുറിച്ചുമാണ് മറ്റുള്ളവരെല്ലാവരും സംസാരിക്കുന്നത്. എല്ലാവർക്കും സംസാരിക്കുവാനുള്ളത് എന്താ? നിന്റെ തലമുറയെ അങ്ങനെയാക്കും, നിന്നെ ഇങ്ങനെയാക്കും, നിനക്ക് വസ്തു മേടിക്കും, നീ കഷ്ടത്തിലാണോ, നിനക്ക് ഇല്ലായ്മയാണോ, നിന്നെ വല്ലൊരു ബുദ്ധിമുട്ടിക്കുകയാണോ, ഹല്ലേലൂയ, നിന്നോട് അനീതി പ്രവർത്തിക്കുകയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം നീക്കുപോക്ക് കൽപ്പിക്കുന്ന ഒരു വലിയ കൂട്ടം. ഹല്ലേലൂയ. കഴിഞ്ഞ പകലിൽ ഞായറാഴ്ച പകലിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ വളരെയധികം ഹല്ലേലൂയ തേങ്ങൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു. വളരെയധികം ആത്മഭാരത്തോടെ ഞാൻ കരഞ്ഞു. എന്തിനാണെന്നറിയാമോ? പല കൂട്ടായ്മകൾക്കും പോകുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കളെല്ലാം ഒരുമിച്ച് കൂടി കൂട്ടായ്മ കൂടുന്ന സമയത്ത് ഹല്ലേലൂയ അവർക്ക് പറയുവാനുള്ളത് ഈ പ്രത്യാശയോ കർത്താവിന്റെ വരവോ ദൈവരാജ്യമോ ദൈവമക്കളുടെ സന്തോഷമോ ഒന്നുമല്ല. ഹല്ലേലൂയ. പിന്നെ എന്തുവാ പറയുവാനുള്ളത്? മക്കൾക്ക് അഡ്മിഷൻ കിട്ടിയത്, മക്കൾക്ക് വിസ കിട്ടിയത്, മക്കൾക്ക് ഹല്ലേലൂയ തടസ്സമായിരുന്ന പാസ്പോർട്ട് കിട്ടിയത്, ഹല്ലേലൂയ ജോലിക്ക് തടസ്സമായിരുന്നത്, ഇന്റർവ്യൂവിന് പാസ്സായത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം സ്തോത്രം ചെയ്യുകയും അതിനുവേണ്ടി മാത്രം പ്രസംഗിക്കുകയും ചെയ്യുന്നവർ. ഹല്ലേലൂയ. നിനക്ക് മനുഷ്യർക്ക് അസാധ്യമാണെന്നാൽ ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. എന്താണ് സാധ്യമാക്കേണ്ടത്? ഹല്ലേലൂയ. നിനക്ക് കിട്ടുകയില്ല എന്ന് പറയുന്ന ജോലിയാണോ? ഹല്ലേലൂയ. ലൈസൻസ് ആണോ? അല്ലെങ്കിൽ ഹല്ലേലൂയ നിനക്ക് കിട്ടുകയില്ല എന്ന് പറയുന്ന ഈ ലോകത്തിന്റെ ഹല്ലേലൂയ ധനമാണോ? ഹല്ലേലൂയ ഭവനമാണോ? സ്തോത്ര ലോണാണോ? എന്താ ദൈവ പൈതലേ, അത് കേട്ടാണോ നീ ദൈവത്തെ സ്തുതിക്കേണ്ടത്? വളരെയധികം വേദനപ്പെട്ടു പോയി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പോയി പങ്കെടുത്ത മീറ്റിംഗുകളിൽ ഒന്നും ദൈവരാജ്യം പ്രസംഗിക്കുന്നേയില്ല. ദൈവത്തെക്കുറിച്ച് കേൾക്കണ്ട, അവന്റെ മടങ്ങി വരവോ ഹല്ലേലൂയ അവന്റെ കഷ്ടാനുഭവങ്ങളോ ഒന്നും വേണ്ട. ഒരു കർത്തൃമേശ ശുശ്രൂഷയിൽ പോലും ഒന്നും കേൾക്കുവാനില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രിയിൽ നമുക്ക് കേൾക്കേണ്ടത്, നമ്മുടെ അരുമനാഥനായ രക്ഷകൻ നമ്മെ കാത്തു നിൽക്കുന്നു, എനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷയ്ക്കായി രണ്ടാമത് വരും. അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നീ ഉണർന്നുകൊള്ളുക. നീ ചാവാറായ ശേഷിപ്പുകളുടെ അടുക്കൽ നിന്ന് നീ ഒന്ന് ഉണരുക. നീ നല്ലവണ്ണം നിന്നെ തന്നെ ശക്തീകരിക്കുക. നീ ജയാളിയായി തീരുക. ജയിക്കുന്നവന് കിരീടമുണ്ട്, ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലമുണ്ട്, ജയിക്കുന്നവന് ഹല്ലേലൂയ അവന്റെ നാമം നെറ്റിയിൽ എഴുതപ്പെടും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അനേക കാര്യങ്ങൾ ജയാളികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഈ രക്ഷയും ഈ സന്തോഷവും ഈ മഹത്വവും ഹല്ലേലൂയ കേൾക്കുവാനോ പറയുവാനോ ധ്യാനിക്കുവാനോ അതൊന്നും ഓർത്ത് സ്തോത്രം ചെയ്യുവാനോ ആർക്കും സാധിക്കുന്നില്ല. ആർക്കും അത് വേണ്ട. ഹല്ലേലൂയ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നമുക്കും നമ്മുടെ തലമുറകൾക്കും ഇനി സമയമില്ല. ഹല്ലേലൂയ. ഈ സ്തോത്രം ഇപ്പോൾ റിസൾട്ടുകളൊക്കെ അറിഞ്ഞിരിക്കുകയാണല്ലോ. നമ്മുടെ തലമുറകളോട് പറയണം. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ അറിയണം, കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുവാൻ ആരുമില്ല, വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുകയാ. മക്കളെ, നിങ്ങൾക്ക് വിശ്വസ്തരായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന ജോലി, ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന പദവിയെന്ന് നമ്മുടെ മക്കളോട് നമുക്ക് ഉപദേശിക്കുവാൻ കഴിയണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിലേക്ക് നടത്തണം. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിലേക്ക് അവരെ തിരിച്ചുവിടേണ്ടിയിരിക്കുന്നു. അല്ല എങ്കിൽ അവർ ലോകത്തിന്റെ ഇമ്പം തേടി
തേടിപ്പോകും, ലോകത്തിന്റെ സുഖം തേടിപ്പോകും, ലോകത്തിന്റെ പലതും 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 അവരെ ചതിക്കും, അവരെ വഞ്ചിക്കും, അവർ തെരുവീതിയിലേക്ക് എറിയപ്പെടും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മുടെ മക്കൾ തെരുവീതിയിൽ എറിയപ്പെടുകയല്ല വേണ്ടത്. നമ്മുടെ മക്കൾ തെരുവീതികളിൽ കർത്താവിന്റെ സാക്ഷിയാക്കണം, കർത്താവിന്റെ സാക്ഷിയാകണം. തെരുവീതികളിൽ അവർ തെരുവീതികളിലേക്ക് തള്ളപ്പെടുവാനോ എറിയപ്പെടുവാനോ അവരെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അവർ മറ്റുള്ളവരുടെ അടിമകളായി നശിച്ചു പോകുക നിങ്ങൾ അവരെ വിട്ടുകൊടുക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? ഹാലലിയ, അവർ തെരുവീതികൾ കർത്താവിന്റെ നാമം വഹിക്കുന്നവരായി തീരണം. ഹാലലിയ, അത്യുന്നതനായ ദൈവത്തിന്റെ നാമം വഹിക്കുന്നവരായി തീരണം. തങ്ങളുടേതായിട്ടുള്ളതെല്ലാം കർത്താവിന് മുമ്പിൽ ഇടുന്നവരായി തീരണം. ഹാലൽ ഒന്നും മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി നശിച്ചു പോകുന്ന ആ പിന്മാറിപ്പോകുന്ന കൂട്ടത്തിലേക്ക് വിടാതെ നമ്മുടെ തലമുറയൊക്കെയും കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടിയും അവന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടിയും നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതം അവന് വേണ്ടി സമർപ്പിക്കാം. നാം എല്ലാവരും ഒരു വ്യക്തിയോടെങ്കിലും ഈ കർത്താവിന്റെ സുവിശേഷം അറിയിച്ചിരിക്കണം. ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ വായിൽ നിന്ന് യേശുവിനെ കുറിച്ച് അറിയണം, യേശുവിന്റെ സമാധാനം അറിയണം, അവന്റെ സ്നേഹം അറിയണം, അവന്റെ രോഗസൗഖ്യം അറിയണം, അവൻ എന്തെല്ലാം ചെയ്യുമെന്ന് അറിയണം, അവൻ ഒരുക്കിയിരിക്കുന്ന രക്ഷ അറിയണം, അവന്റെ ഓരോ തുള്ളി രക്തവും ഊറ്റിയത് അത് നിനക്കും എനിക്കും വേണ്ടിയാണെന്ന് എന്റെയും നിന്റെയും വായിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും കേൾക്കുവാൻ ഇടയായിത്തീരണം. അതിനേത് മാധ്യമങ്ങൾ കൂടിയാണെങ്കിലും ഏത് വിധത്തിലാണെങ്കിലും നാം അത് പറയുവാൻ, അത് ചെയ്യുവാൻ തയ്യാറായിരിക്കണം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളതെല്ലാം അവന്റെ പാദമെടുത്ത് സമർപ്പിച്ചിട്ട് അവൻ മാത്രം സ്തുതിക്ക് യോഗ്യൻ, അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യനെന്ന് നമുക്ക് പറയാം. ഈ ഭൂമിയിലുള്ള പലതിനെയും, പല മനുഷ്യരെയും, പലരെയും ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നിന്നെ കാണുന്ന സർവശക്തൻ, നിന്നെ വീണ്ടെടുത്ത സർവശക്തൻ എനിക്ക് നിനക്കും വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ദിവസങ്ങൾ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം, അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം, അവന്റെ രാജ്യത്തിന്റെ കൂട്ടാളികളായി തീരാം. ഹല്ലേലൂയ. എല്ലാം അവന്റെ മുമ്പാകെ സമർപ്പിക്കാം. ഇന്ന് രാത്രി കർത്താവിന് വരവാകുമെങ്കിൽ ഹാലലിയ നമുക്ക് അവിടെ വെച്ച് കാണാം. അതല്ല എങ്കിൽ ഹാലലി കർത്താവ് അനുവദിക്കുമ്പോൾ ഹാലലി ഈ ഭൂമിയിൽ വെച്ച് കാണുവാൻ നമുക്ക് ഇടയായി തീരും. അതല്ല എങ്കിൽ കർത്താവിനെ അങ്ങ് ചെന്ന് കാണുവാനാണെങ്കിൽ കർത്താവ് അതിന് നമുക്ക് അവസരം ഒരുക്കി തരട്ടെ. ഈ രാത്രി ഹാലലി എല്ലാ പ്രിയപ്പെട്ടവർക്കും യഥാസ്ഥാനപ്പെടാം. നമ്മുടെ കർത്താവ് വരാറായി. ആമേൻ, ആമേൻ, ആമേൻ.